ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി യൂട്യൂബേഴ്സ് ഞാൻ ഇവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അവരുടെ ചാനലിൽ കൊളാബ് വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ കൊളാബ് വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് കൂട്ടാനും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ കൊളാബ് വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ക്രിയേറ്റേഴ്സ് മുന്നോട്ട് വരുന്നത്. എന്നാൽ ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഈ കൊളാബ് വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ മറ്റൊരാളുടെ കണ്ടന്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ചാനലിൽ കൊളാബ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമുക്കത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരില്ലേ? നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ? ഇങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങളാണ് നിരവധി പേർക്കുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മുടെ കൊളാബ് വീഡിയോ ചെയ്യേണ്ടതെന്നും ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്നുള്ളൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളൊരു ലോങ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ കൊളാബ് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ താഴെയായിട്ട് റീമിക്സിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതുവഴി റിയാക്ഷൻ വീഡിയോയോ കൊളാബോ ഒക്കെ ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് കൊളാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ടിന്റെ താഴെയായിട്ട് റീമിക്സിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൊളാബ് എന്ന് കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ കൊളാബ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈഡ് സ്ക്രീനിലൂടെ ഒരു ഷോർട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് റീമിക്സിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കൊളാബ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കുക എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോയുടെ റീമിക്സിംഗിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ കൊളാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ കൊളാബ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്താലാണ് നമുക്ക് കൊളാബ് വീഡിയോയിലൂടെ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോയിലൂടെ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്ന്. ഇവിടെ സ്ക്രീനിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടൈം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷോട്ട് എത്ര മിനിറ്റ് വരെ ഉള്ളതാണോ അതുവരെയുള്ള കൊളാബ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റുള്ള ഒരു കൊളാബ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇനി താഴെയായിട്ട് ഈ വീഡിയോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ വീഡിയോയുടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമ്മൾ കൊളാബ് വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മുടെ വീഡിയോ എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്ത വീഡിയോ മുകളിൽ കാണണം, നമ്മുടെ വീഡിയോ താഴെയായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി സൈഡിലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്ത വീഡിയോ മുകളിൽ കാണുന്ന തരത്തിലും എന്റെ വീഡിയോ താഴെ കാണുന്ന രീതിക്കുമാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് എങ്ങനെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാത്തത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് രീതിക്ക് അപ്ലോഡ് ചെയ്താലാണ് മോണിറ്റൈസേഷൻ കിട്ടാത്തത് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്നുള്ളത്. ജസ്റ്റ് ഈ ഷോർട്ട് വീഡിയോ ഞാൻ വാച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ മുകളിൽ കാണുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് അനുസരിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള റിയാക്ഷനോ റെക്കോർഡിങ്ങോ ആക്ഷനോ ഒന്നും തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കൊളാബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 80 മുതൽ 90% വരെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകാനുള്ള സാധ്യതയില്ല. ഇനി
ഇനി എങ്ങനെ കൊളാബ് വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആവശ്യമായ പ്രധാന 6 പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കരുത്തുറ്റ മുടിക്കായി ഭക്ഷണശീലത്തിൽ മാറ്റങ്ങൾ വരുത്താവേ. തലമുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുടി കൊഴിച്ചിൽ അലട്ടുന്നുണ്ടെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഇതിന് പിന്നിലെ കാരണം മനസ്സിലായെന്ന് വരില്ല കേട്ടോ. അന്തരീക്ഷ താപനില ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുകളിൽ കാണുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് ഞാൻ എന്ത് മാറ്റമാണ് വരുത്തിയതെന്നുള്ളത്. അപ്പോൾ മുകളിൽ കാണുന്ന രംഗങ്ങൾക്കനുസരിച്ചുള്ള റിയാക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് തന്നെ റിയാക്ഷൻ വീഡിയോകളുടെ പോളിസിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് ഉപയോഗിച്ച് കൊളാബ് വീഡിയോ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടേതായിട്ടുള്ള മൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. മൂല്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഞാൻ സെലക്ട് ചെയ്ത ഷോർട്സിൽ അതിനനുസരിച്ചുള്ള വോയിസ് ഓവർ നൽകുകയും അതുപോലെ റിയാക്ഷൻ നമ്മുടെ ഫേസിൽ നൽകുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വർദ്ധിപ്പിക്കാനും കഴിയും. ഈസി ആയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനും കഴിയും. ഇനിയും കൊളാബ് വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. അതൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ.